ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിവ് പോലെ ഒരു ബൈക്ക് ട്രിപ്പാണ്. ബൈക്ക് ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മളിവിടെ മെൽബണിൽ കേരള ബൈക്കേഴ്സ് വിക്ടോറിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബൈക്ക് ഗ്രൂപ്പുണ്ട് നമ്മുടെ മലയാളികളുടെ. അപ്പോൾ ആ ഒരു ഗ്രൂപ്പിൻ്റെ കൂട്ടത്തിലുള്ള ഒരു അടിപൊളി വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പം ഇതിപ്പം ഈ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ട് ഏകദേശം 10 വർഷത്തോളമായി. 10 വർഷം കഴിഞ്ഞു. ഇതിപ്പോൾ 11ാമത്തെ വർഷമാണ്. 11ാമത്തെ വർഷത്തിലെ ആനുവൽ ട്രിപ്പാണ് ഇന്ന് നമ്മൾ നടത്താൻ പോകുന്നത്. അപ്പം ഇന്ന് നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മല്ലക്കൂട്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ്. മല്ലക്കൂട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ലേക്ക് എൻട്രൻസ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടുന്ന് ഒരു മണിക്കൂറും കൂടി അപ്പുറത്തുള്ള ബീച്ച് വില്ലേജിലേക്കാണ് ഇന്നത്തെ നമ്മുടെ ബൈക്ക് ട്രിപ്പ്. വാച്ച് ആൻഡ് എൻജോയ്. അങ്ങനെ നമ്മുടെ ഓരോരോ ബൈക്കേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിന്ന് പോകുന്നത് 17 പേരാണ്. പക്ഷേ നമുക്കറിയാം, നമ്മുടെ ആനുവൽ ട്രിപ്പിന് നമ്മളെപ്പോഴും ഒരു ബാക്കപ്പ് വണ്ടി നമ്മൾ കൊണ്ടുപോകും, ഒരു ട്രെയിലറുമായിട്ട്. കഴിഞ്ഞ വർഷം നമുക്ക് അതിൻ്റെ പ്രയോജനം കിട്ടി. കാരണം നമ്മുടെ കൂട്ടത്തിൽ വന്ന ഒരാളുടെ വണ്ടി കേടാകുകയും എടുത്ത് നേരെ ട്രെയിലറെ വെച്ചിട്ട് നമ്മൾ പോകുന്നു. അതുപോലെ തന്നെയല്ല ഈ വണ്ടി ഇപ്പം നമ്മുടെ ആനുവൽ ട്രിപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിപ്പോൾ 2 നൈറ്റാണ്. അപ്പോൾ നമ്മളിപ്പം ഇപ്പോൾ ഉള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫീസർ എന്ന് പറയും. അതായത് നമ്മുടെ മെൽബണിൽ നിന്ന് സെയിൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പോൾ ആ സെയിലിലേക്ക് പോകുന്ന വഴിക്കുള്ളൊരു സ്ഥലമാണ് ഓഫീസറിലുള്ള ഒരു BP-യുടെ പമ്പിലാണ് എല്ലാവരും വന്നത്. അപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ കൂടുന്നു. അതുപോലെ തന്നെ നമ്മുടെ ബാഗും കാര്യങ്ങളെല്ലാം നമ്മുടെ വണ്ടിയിലേക്ക് അങ്ങ് ആ പുറകിൽ കിടക്കുന്നതാണ് നമ്മുടെ വണ്ടി. ഇതോട്ടോ, ട്രെയിലറൊക്കെ സെറ്റ് ചെയ്ത് അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് സാധനങ്ങളെല്ലാം എടുത്തു വെക്കും. അപ്പോൾ നമ്മളിന്ന് അടിപൊളി ഒരു ട്രിപ്പ് എൻജോയ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളും പോര് നമ്മുടെ കൂട്ടത്തിൽ നമുക്ക് മല്ലക്കൂട്ടയൊക്കെ കണ്ടിട്ട് പോരാം. അപ്പം നമ്മൾ ലേക്ക് എൻട്രൻസ് എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞു ഒരു ബ്രേക്കിനായിട്ട് നിർത്തിയതാണ്. ഒരു വലിയൊരു കാടിൻ്റെ നടുക്ക് ഒരു അടിപൊളി റെസ്റ്റ് ഏരിയ, ടോയ്ലറ്റും ഫെസിലിറ്റി കാര്യങ്ങളെല്ലാം ഉണ്ട്. മത്തായി, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ റൈഡ്? അടിപൊളി റൈഡ്. ആദ്യമായിട്ടാണ് ഇത്രയും ദൂരം പോരുന്നത്? അല്ല, അതിൻ്റെ മുമ്പ് പോയിട്ടുണ്ട്. ബട്ട് ദിസ് ഈസ് എ ഗുഡ് റൈഡ്. ഇറ്റ്സ് എ സ്പെഷ്യൽ റൈഡ്. ഓക്കെ. 40th birthday is on Monday, so 40th ബർത്ത്ഡേക്ക് സെലിബ്രേഷൻ റൈഡ് ആണല്ലേ? അതിന് ഇനിയിപ്പോൾ അടുത്ത ചിലവുണ്ടല്ലോ. എന്നാ ബർത്ത്ഡേ? മൺഡേല്. മൺഡേല് നമ്മൾ അന്നേരം തിരിച്ചു പോവും. തിരിച്ച് നാട്ടിൽ ചെല്ലും. നമുക്ക് നോക്കട്ടെ, നാളെ അല്ലെങ്കിൽ മറ്റന്നാള് നമുക്ക് സെലിബ്രേറ്റ് ചെയ്തേക്കാം. 40th ബർത്ത്ഡേ റൈഡ് തന്നെ ഒരു സെലിബ്രേഷൻ അല്ലേ? അടിപൊളി. ഗൈസ്, അങ്ങനെ പകുതി വഴിയായി. നേരത്തെ ഞങ്ങളുടെ സിബിച്ചേട്ടൻ ആകപ്പാടെ തളർന്ന് പവനായി ശവമായ പോലെ കിടപ്പുണ്ട്. നമുക്ക് പുള്ളിയെ പോയി ഒന്ന് കണ്ടു നോക്കാം. ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു 100-150 കിലോമീറ്ററും കൂടിയുണ്ട്. നമ്മൾ പോകുന്ന മല്ലക്കൂട്ട എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. മല്ലക്കൂട്ട. നമുക്ക് സിബിച്ചേട്ടനെ പോയി ഒന്ന് പൊക്കാം. സിബിച്ചേട്ടോ, സിബിച്ചേട്ടാ, എന്നാ പറ്റി? മടുത്തോ? പിന്നെ ഇത്ര ആയപ്പോഴത്തേക്കും മടുത്തോ? അടുത്ത് പ്രായമൊക്കെ ആയല്ലേ? പവനായി ശവമായി എന്ന് പറഞ്ഞ പോലെ കിടക്കുകയാണ്.
ഇനി ഒരു 100 കിലോമീറ്റർ കൊണ്ടേ ഉള്ളൂ. 100-150 കിലോമീറ്റർ എല്ലാം കിട്ടും. ഏ പതുക്കെ അങ്ങ് പോവാം. അതൊക്കെ അങ്ങോട്ടേ അല്ല. ഏകദേശം അവിടെ നമ്മളൊരു വീടാണ് എടുത്തേക്കുന്നത്, ഫുള്ള് ഒരു കംപ്ലീറ്റ് ഒരു വീട്. ഈച്ച ഉണ്ടല്ലോ, ഈച്ച വന്നിരുന്നു, വെയിൽ വന്നു അന്നേരം ഈച്ച വരികയാണ്. അതാണ്. അപ്പോൾ ഇനിയും ഇതുപോലെ മെൽബണിൽ ആർക്കെങ്കിലും ഒക്കെ ബൈക്ക് റൈഡിങ് ഇഷ്ടമുള്ളവർക്ക് നമ്മുടെ അടുത്ത് കൂടാൻ കേട്ടോ. നമ്മളിതിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10-11 വർഷമായി ഇതുപോലെ ബൈക്ക് റൈഡിങ്ങിന് താല്പര്യമുള്ളവർക്കൊക്കെ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം. നമുക്ക് തകർത്ത് അടിപൊളി ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മുടെ ബൈക്കേഴ്സിൻ്റെ. അപ്പം താല്പര്യമുള്ളവരൊക്കെ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടിച്ചു പൊളിച്ച് ഇതുപോലെ ഇടയ്ക്ക് റൈഡും ഒക്കെ പോയി നമുക്ക് തകർക്കണം. ഈ ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെൽബണിൽ നിന്ന് നമ്മുടെ ഈഡൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തുകൂടി നേരെ സിഡ്നിക്ക് പോകുന്ന വഴിയാണ്. അപ്പം ഇതൊരു കുറച്ച് ദൂരം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ട് നമ്മളിത് മള്ളക്കൂട്ട ഇവിടുന്ന് 23 കിലോമീറ്റർ കൂടിയുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള അടിപൊളി ഒരു ഭൂപ്രദേശമാണ് ഇവിടം. ഇതാ പശുക്കളൊക്കെ മേഞ്ഞ് നടക്കുന്നത്, നല്ല ഭംഗിയാണ് കാണുവാനായിട്ട്. നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലമായത് കേട്ടോ. ഇനിയിപ്പോൾ അങ്ങോട്ട് നല്ലൊരു ടൂറിസ്റ്റ് ഡ്രൈവ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ടുള്ള കാഴ്ചകൾ കാണാം. അവിടുന്ന് ഇവിടം വരെയുള്ള റൈഡ് ഒരു രക്ഷയില്ലാത്ത റൈഡായിരുന്നു. കാടെന്ന് പറഞ്ഞാൽ നല്ല മുറ്റ് കാട്, നല്ല വിൻഡി റോഡും ഒക്കെ ആയിട്ട് നല്ല സൂപ്പർ ഡ്രൈവായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ഡ്രൈവായിരുന്നു. വീശി എടുക്കാൻ പാകത്തിനുള്ള നല്ല സൂപ്പർ വഴി. പക്ഷേ ഒറ്റ കാര്യമുള്ളൂ, വന്യമൃഗങ്ങൾ കാണും ഇവിടെ ഇഷ്ടംപോലെ. ഈ മ്ലാവ്, നമ്മുടെ നാട്ടിലെ മ്ലാവ്, അതുപോലെ തന്നെ സാമ്പാർ ഡിയർ, കാംഗ്രൂസ്, ഇഷ്ടംപോലെ വലബീസ്, ഇതെല്ലാം റോഡിൽ കൂടെ കാണും. പക്ഷേ ഈ ഒരു സമയത്തില്ല, ഇത്തിരി കൂടി കഴിഞ്ഞാൽ ഒരു 6 മണി ആ ഒരു സമയം, ഇപ്പോൾ ഒരു 4-4:30 ആയിട്ടുള്ളൂ. 6 മണി സമയമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇതിലെ വരുന്നത് വളരെ സൂക്ഷിച്ച് വേണം വരാനായിട്ട്. അത് ഇവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. സ്റ്റേ അലേർട്ട്, വാച്ച് ഫോർ വൈൽഡ് ലൈഫ് എന്നവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ ബാക്കിയുള്ളവരും കൂടി വന്നു. ഞങ്ങൾ കുറച്ച് പേര് നേരത്തെ ഇങ്ങനെ വിട്ടു പോന്നു. നമ്മുടെ ബിജോ, സോണി, ഇതുണ്ടോ ബോർഡ് എഴുതി വെച്ചിരുന്നത്, സ്റ്റേ അലേർട്ട്, വാച്ച് ഫോർ വൈൽഡ് ലൈഫ് എന്ന്. ഇതുണ്ടോ ഇവിടെ എഴുതി വെച്ചേക്കുന്നുണ്ടോ, റൈറ്റ് ടു സർവൈവ്, മോട്ടോർ സൈക്കിളിസ്റ്റ് ടേക്ക് കെയർ. അത്രയ്ക്ക് മോട്ടോർ സൈക്കിളിസ്റ്റ് ഇവിടെ ഇഷ്ടംപോലെ, ഇത് നല്ല ദിവസങ്ങളിലൊക്കെ ഇഷ്ടംപോലെ മോട്ടോർ സൈക്കിളിസ്റ്റ് പോകുന്ന ഒരു റോഡാണ്. ജെറി ബായ്, അതുപോലെ തന്നെ നമ്മുടെ മാത്യു, ജോമോൻ. അങ്ങനെ ഫോറം പൂർത്തിയായി. അതുപോലെ തന്നെ നമ്മുടെ
ട്രെയിലറും ഒക്കെ കെട്ടിപ്പിടിച്ച് നമ്മുടെ ബൈക്കും വണ്ടിയും വന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു 23 കിലോമീറ്ററും കൂടിയുള്ളൂ. ഗൈസ്, ബൈക്ക് ഓടിച്ച് തളർന്നിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. മൂവാറ്റുപുഴയാണോ തൊടുപുഴയാണോ? മൂവാറ്റുപുഴക്കാരൻ നമ്മുടെ ജിനോബായി ഇത് തകർന്നിരിക്കുകയാണ്. ഇതെന്നാ ഇരിപ്പാ ജിനോബായി? മടുത്താ? മടുത്താ? കാല് വേദന? തൊഴുഴ? അതെ അതെ, അതാ പറഞ്ഞ. പുള്ളി പറയുമ്പോഴത്തേക്ക് തൊഴുഴ എന്ന് പറയും, നമ്മള് തൊടുപുഴ എന്ന് പറയും. തൊഴുഴ, മൂവാറ്റുപുഴ. ആ, അതുപോലെ തന്നെ ചേട്ടാ, അതുപോലെ ജെറിബായി പറയുന്നത് എന്നാന്നറിയോ? പത്തട്ട. പത്തനംതിട്ട എന്നൊക്കെ നമ്മൾ പറയും, പുള്ളി പറയുന്ന പത്തട്ട. അല്ല, സത്യമല്ലേ? പത്തട്ട. ആ, അപ്പോൾ നമ്മളിത് മല്ലക്കോട്ടയുള്ള നമ്മളിന്ന് താമസിക്കുന്ന സ്ഥലത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മളിന്ന് താമസിക്കുന്ന സ്ഥലം. ഇവിടെ നമുക്ക് ബൈക്ക് വെക്കാനായിട്ട് അയലോക്കത്തെ വീട്ടിൽ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ 16 ബൈക്കുണ്ട്. 16 പേര് ബൈക്കിലും ഒരാൾ കാറിലുമാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ അതിന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേവ് ഓയസിസ് ഇതൊക്കെ B&B. അപ്പോൾ അതാണ് അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ലൊരു അക്കോമഡേഷനാണ്. 22 പേർക്ക് ഇതിനകത്ത് താമസിക്കാൻ പറ്റും. അപ്പം എല്ലാവരും ഇങ്ങനെ വന്ന് വണ്ടി അപ്പുറത്ത് പാർക്ക് ചെയ്തിട്ട് സാധനങ്ങളൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇങ്ങോട്ട് പോയിരിക്കുകയാണ്. ഇതിങ്ങനെ ഓരോ അപ്പാർട്ട്മെൻറ്റ് ആയിട്ടാണ്, ഓരോരോ എൻസ്യൂട്ട് അപ്പാർട്ട്മെൻറ്റുകൾ. നമ്മുടെ വണ്ടി ഇവിടെ ഇങ്ങനെ കൊണ്ട് കയറ്റി വെച്ച് ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയാണ്. എങ്ങനെയുണ്ട് നമ്മുടെ അക്കോമഡേഷൻ? പൊളിച്ചില്ലേ? നോക്കാതെ ഇത് കേട്ടോ, ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടുക്കാച്ചി വ്യൂ ആണ്. ഇത് നമ്മുടെ വിജയാണ് ഇത് തപ്പി കണ്ടുപിടിച്ച് നമ്മൾ സെറ്റ് ചെയ്ത്. നന്ദി പറയൂ വിജയ്ക്ക് നന്ദി പറയരുത്, ആരും പറയരുത്. ആ, അതില് മറ്റേ ഇന്ന് വിളിക്കും. നാളെ റൈഡിനൊന്നും പോകണ്ട. നാളെ ഇവിടെ അതെ ആ കാണുന്ന കടലാണ്. നല്ല അടിപൊളി ഇതാ സ്വിമ്മിംഗ് പൂള്. ഇതാട്ടാ ഇത് ഹീറ്റഡ് വേണം ഇച്ചിരി. ഗൈസപ്പോൾ നല്ല മനോഹരമായിട്ടുള്ള ഒരു സറൗണ്ടിങ്സ് കേട്ടോ. വന്നു കഴിഞ്ഞാൽ താഴെ പോവല്ലോ, പൊളിയല്ലേ? കള്ള് ആയി കഴിയുമ്പോഴത്തേക്കും വിളിക്കാം. ഇതാണ് ഇവിടുത്തെ ഒരു റൂം. ഇതാണ് ഞാനിന്ന് കിടക്കുന്ന ബെഡ്റൂം. ഞാനും നമ്മുടെ ബ്രദറും ഞങ്ങളുള്ളൊരു ഇവിടെയാണ്. നല്ല വ്യൂ ഉള്ളൊരു റൂമാണിത്. അപ്പോൾ ഇതിങ്ങനെ എൻസ്യൂട്ടാണ്, ഓരോ അപ്പാർട്ട്മെൻറ്റ് പോലെയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ എല്ലാ റൂമിലും ഓരോ കിച്ചണും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അടുത്ത ഒരു റൂം ഇതാണ്. അപ്പോൾ ഇതാണ് അടുത്തൊരു അപ്പാർട്ട്മെൻറ്റ്. ഇതിൽ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇവിടുത്തെ മെയിൻ ഡോറ്. നമ്മളിപ്പോൾ പുറകെ കൂടിയാണ് കയറി വന്നത്. അപ്പം പിന്നെ മേളിലാണ് ഇതിൻ്റെ ബാക്കി സംഭവങ്ങൾ. ആ പോകുന്ന പുള്ളിയാണ് ഇതിൻ്റെ ഓണറാണോ അതോ കെയർ ടേക്കറാണോ എന്നറിയത്തില്ല. പുള്ളിയാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ പുള്ളി ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് ഫുഡ് കുക്ക് ചെയ്യുവാണ്. ഇവിടെ എല്ലാം ഇങ്ങനെ ബാത്റൂം, ടോയ്ലറ്റ് കാര്യങ്ങൾ. സുചേട്ടാ, എങ്ങനെയുണ്ട് നമ്മുടെ ഭക്ഷണമൊക്കെ? ഒരു രക്ഷയില്ലാത്ത സെറ്റപ്പാണ്. ബീച്ച് വ്യൂ, ഇവിടെ നിന്നുള്ള വ്യൂ എങ്ങനെയുണ്ട്? പൊളിയാണോ? ആ, അടിപൊളി. എന്നാ വേണം? കിടുക്കാച്ചി. ഓ, ഇവിടെ ജക്കൂസി ഒക്കെ ഉണ്ടോ? എൻ്റെ പൊന്നോ, ഇത് സെറ്റപ്പാണല്ലോ. 5 സ്റ്റാർ ഫെസിലിറ്റി ആണല്ലോ. ഓഹോ, നോക്കിയേ. ഇവിടെ കിച്ചണ കാര്യങ്ങൾ അടിപൊളി. ഇത് സെറ്റപ്പാ.
ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഒരാൾക്ക് ഒരു നൈറ്റിന് $115. അപ്പം ഇന്നും നാളെയും കൂടി $230 ഒരാൾക്ക്. ജസ്റ്റ് ഇത് മാത്രം, ഭക്ഷണം കൂടാതെ. നവീന, ഇതാണോ നവീൻ്റെ റൂം? അടിപൊളി വ്യൂ അല്ലേ? ഓ, വിശാലമായ വരാന്തയാണല്ലോ. നടന്നങ്ങോട്ട് അർമാദിക്കുക. ഇവിടെ ഇങ്ങനെ ഒരു ബില്യാർഡ്സിൻ്റെ ഒരു ടേബിളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഇതാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ, മെയിനായിട്ടുള്ള കിച്ചൺ. അദ്ദേഹം ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് ലാം ചോപ്സ് നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളി തന്നെ ഇന്ന് നമുക്ക് കുക്ക് ചെയ്ത് തരുവാണ്. നമുക്കിപ്പോൾ ഒരു ഷെഫുണ്ട് ഇന്നും നാളത്തെ മറ്റന്നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം നമ്മൾ തന്നെ ഇവിടെ തന്നെ ഇവർ കുക്ക് ചെയ്ത് തരുവാണ് നമുക്ക്. നമ്മളത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഹോട്ടൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇദ്ദേഹം ഇങ്ങനെ ഒരു ഓഫർ തന്നപ്പോഴത്തേക്ക് നമ്മളത് എടുക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ഓക്കെ, സെറ്റല്ലേ, അടിപൊളി. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ. ഇതല്ലേ, പൊളിയല്ലേ, അടിപൊളി സ്ഥലമാണ് കേട്ടോ, മല്ലക്കൂട്ട. അപ്പം മെൽബണിൽ നിന്നുള്ളവർക്കൊക്കെ ഇടയ്ക്ക് ഇവിടെ വന്ന് നല്ല അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ അത് ബീച്ച് കാണുന്നത്, അധികം ദൂരമൊന്നുമില്ല ബീച്ച്. അതുപോലെ തന്നെ ഇങ്ങനെ ഉള്ളിലേക്ക് കയറി കിടക്കുന്ന കുറച്ച് ഇങ്ങനെ നല്ല മലനിരകളും കാര്യങ്ങളും എല്ലാം ആയിട്ട് അതുണ്ടോ, മലകളുണ്ടോ, ഭയങ്കര ബ്യൂട്ടി ആയിട്ടുള്ളൊരു സ്ഥലമാണ്. പക്ഷേ നാളത്തെ ഒരു വെതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒന്നാന്തരം മഴയാണ്. അപ്പോൾ നാളെ മിക്കവാറും ഞങ്ങൾ റൈഡിനൊന്നും പോകത്തില്ല. 2 ചെറുതൊക്കെ വിട്ട് ഇവിടെ തന്നെ ഇരുന്ന് എൻജോയ് ചെയ്യുന്ന ഒരു ഭാഗമായിരിക്കും നാളെ മിക്കവാറും കാണാൻ പോകുന്നത്. ഏതൊക്കെയാലും ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. 600 കിലോമീറ്റർ നമ്മൾ ബൈക്ക് ഓടിച്ച് വന്നുകൊണ്ട് അതിൻ്റേതായ ഒരു ടയേർഡ്നെസ് എല്ലാവർക്കും ഉണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ഡ്രസ്സൊക്കെ മാറി ഒന്ന് റിലാക്സ് ചെയ്യുന്നൊരു സമയമാണിപ്പം. അപ്പം നമ്മുടെ ബാക്കി സാധനങ്ങളൊക്കെ വണ്ടിക്കകത്ത് നിന്ന് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നു. ജോഷി, എന്നാടാ അതിൻ്റെ ഒരു സന്തോഷം കണ്ടോ? കളറുള്ള വെള്ളം കുപ്പിയിൽ നിറച്ച് എടുത്തോണ്ട് 2 മഹാന്മാര് വരുന്നതുണ്ടോ? ഇന്ന് പൊളിക്കും. ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷനൊക്കെ നല്ല രസമുണ്ട്. ഇതുണ്ടോ, ഒരു വേവ് പോലെ അതിൻ്റെ സീലിങ്ങൊക്കെ ഇങ്ങനെ മേളിൽ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് താഴേക്ക് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു വേവ് പോലെ ഇങ്ങനെ നല്ല രസമാണ് അതിൻ്റെ. ഇനിയിപ്പോൾ വൈകുന്നേരം നമ്മുടെ ലൈറ്റൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും സെറ്റായിരിക്കും. വിശാലമായ ഷോറൂമാണ്, വിശാലമായ ഷോറൂം. എടാ 2 കുപ്പി എടുത്ത് മാറ്റി വെച്ചേരാം, അല്ലെന്നുണ്ടെങ്കിൽ ഇന്നെല്ലാം കൂടി അത് അടിച്ചങ്ങ് തീർക്കും. എടുത്ത് അങ്ങ് പൊക്കത്തിലേക്ക് മാറ്റി വെച്ചേരാ എവിടെയാലും. അത് കാണും. അതിൻ്റെ ഫ്രണ്ട് വല്ലതും എടുത്ത് വെച്ചേരും, അതിൻ്റെ ഫ്രണ്ടിൽ. താഴെ ഇതല്ല, വിശാലമായ ഷോറൂം അല്ലേ. നമ്മൾ താഴെ നോക്കുന്ന അയ്യപ്പാസ് പോലെയാ, അകത്തേക്ക് കയറി കഴിയുന്ന വിശാലമായ ഷോറൂം. ഒരു രക്ഷയില്ലാത്ത അക്കോമഡേഷൻ അല്ലേ ഇത് കേട്ടോ. നമ്മുടെ മറ്റേ ലാം ചോപ്സ്. നാളെ റൈഡിന് പോകണ്ടല്ലോ. നല്ല ആംബിയൻസ്. നാളെ മഴയാന്ന് പറഞ്ഞ ആൽക്കഹോളിക് വെതറാണ്. ചില്ലിങ് ആയിരിക്കും, ചില്ലിങ്. അതാണ്. ബില്യാർഡ്സ് ഒക്കെ കളിക്കാം. വമ്പം പരിപാടിയാ. അതെ, പാട്ടുമുണ്ട്. പാട്ടിനുള്ള സെറ്റപ്പ് എല്ലാം ഉണ്ട് ഇവിടെ. അടിപൊളി. നമ്മൾ വെറുതെ സ്പീക്കർ കൊണ്ടുവരേണ്ട കാര്യമില്ലാന്നായിരുന്നു. ഇന്ന് പൊളിക്കുക. അവൻ കുഴപ്പമില്ല കേട്ടോ, അവൻ അടിപൊളിയാ. അവൻ ഭയങ്കര കമ്പനിയാ. അവൻ പറയുന്നത് എന്നെ വേണമെങ്കിലും ഇവിടെ ചെയ്തോളാനാ പറയുന്നത്. അതാണ് ഉണ്ട്. അതെ. വിജയ് പറഞ്ഞോ, ഇവിടെ നിങ്ങൾ ആരും മേടിക്കണം, എന്റെ ബൈക്ക് അങ്ങനെ നമ്മുടെ ലാമ്പ് ഇങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ 7:30 ആയപ്പോഴത്തേക്കും പുള്ളി ഓവനകത്ത് കയറ്റിയതാണ്. 7:30 മുതൽ സ്ലോ കുക്ക് ചെയ്ത ലാമ്പാണ് പുള്ളി നമുക്ക് വേണ്ടിയിട്ട് ഇന്ന് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഗൈസ്, ഒരു രക്ഷയില്ല കേട്ടോ. അതെ, നമ്മുടെ ഡിന്നർ വന്നു. നമ്മുടെ
ലാമ്പ്, അതുപോലെ തന്നെ ഗാർലിക് ബ്രെഡ്, പൊട്ടറ്റോ, അതുപോലെ തന്നെ ഗ്രേവി, ഇതെല്ലാം ഇവിടെ സെറ്റായിരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു സംഭവം ഇതുണ്ടോ, നമ്മുടെ വിജയ്മോൻ എല്ലാവർക്കും സെർവ് ചെയ്ത് കൊടുക്കുന്ന ഭാഗമാണ്. പച്ചക്കറി എന്ത് പച്ചക്കറി? ഓ എനിക്ക് മേലെ ഇതുണ്ടോ നമ്മുടെ നല്ല അടിപൊളി ലാമ്പ് കാര്യങ്ങൾ, അടിപൊളി പരിപാടിയാണ്. ഒരു രക്ഷയില്ലാത്ത ഡിന്നറാണ്, ഇംഗ്ലീഷ് ഡിന്നർ. ഈ തിന്നുമ്പം പന്നിക്ക് കണ്ണ് കാണുമല്ലെന്ന് പറഞ്ഞ പോലെ അവൻ ഒരുത്തന്നിരുന്ന് തന്നെ അമുക്കുന്നുണ്ടോ. എടാ ബിജോ, വല്ലപ്പോഴും ഇങ്ങോട്ടൊക്കെ നോക്കടാ. ഗൈസ് ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി, ഒന്നും പറയാനില്ല. സൂപ്പർ. ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഈ കൊച്ചു വീഡിയോ. അടുത്തൊരു വീഡിയോ കാണുന്നതോടെ വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.